ഇന്നത്തെ ആൽറ്റൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തെന്നിലാപുരം. ഇന്ന് 2024 ജൂലൈ മാസം 1 തീയതി തിങ്കളാഴ്ചയാണ് വരുന്നത്. മിഥുന മാസം 17 ദുൽഹജ്ജ് മാസം 24 ഇന്നേക്ക്. മുഖ്യ വാർത്തകൾ. അങ്ങാടിപ്പറമ്പിൽ കുടുംബ ഗ്രൂപ്പിൻ്റെ സംഗമം ഇന്നലെ ആൽത്തൂർ പള്ളി മണ്ഡപത്തിൽ നടന്നു. ആൽത്തൂർ ജുമാഅത്ത് പള്ളിയിലെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി ലേലം ചെയ്തു. OMR പകരം ഓൺലൈൻ പരീക്ഷ പരിഗണനയിൽ. പന്നിയങ്കരയിൽ സമരം, പനി പടർന്നു പിടിക്കുന്നു. അമ്മ ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖ് ഖാനെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ജയിച്ച വകയിൽ 125 കോടി രൂപ BCC കൊടുക്കും. വാർത്തകൾ വിസ്തരിച്ച്. അങ്ങാടിപ്പറമ്പിൽ കുടുംബ ഗ്രൂപ്പിൻ്റെ സംഗമം നടത്തി. KR വില്ല അനുബന്ധ കെട്ടിടങ്ങളുടെ എല്ലാം ഉടമയായ അങ്ങാടിപ്പറമ്പിൻ്റെ സാരഥിയായ അബ്ദുറഹ്മാൻ സാഹിബും അവൻ്റെ മക്കളൊക്കെ പാടെ കുടുംബ സംഗമം അങ്ങാടിപ്പറമ്പിൽ ഗ്രൂപ്പ് വകയായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നടത്തി. അതിൻ്റെ ഫുള്ള് ചിലവ്, A to Z ചിലവ് മുഴുവൻ അബ്ദുറഹ്മാൻ സാഹിബും മക്കളും കൂടിയിട്ടാണ് എടുത്തത്. അതിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാർക്കൊക്കെ ബിരിയാണിയും വെള്ളങ്ങളൊക്കെ കുടിക്കാനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. 10 മണിക്കൊക്കെ തുടങ്ങാൻ വെച്ചെങ്കിലും ആൾക്കാർ വന്നുകൂടാൻ കുറേ നേരം എടുത്തു. ഏകദേശം 11:30 മണി മുതലാത്ര പരിപാടി തുടങ്ങിയത്. ഫ്രറ്റേർണിറ്റി സംഘടനൻ്റെ മുഖ്യ രക്ഷാധികാരിയെയും യുവ പണ്ഡിതനും വാഗ്മിയുമായ അബ്ദുറഹ്മാൻ സാഹിബാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. ആ പരിപാടി അതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തതും പ്രാധാന്യം കൊടുത്തതും അതിൻ്റെ ഇടയിൽ മരിപ്പിനെ പറ്റിയുള്ള ചെറിയൊരു ക്ലാസ്, ചെറിയ TVൻ്റെ സഹായത്തോടു കൂടി ചുമരിൽ തുണി കെട്ടിയിട്ട് അതിലേക്ക് കാണിച്ചിട്ട് LCD പ്രൊജക്ടർ മുഖേന കാണിച്ച് എല്ലാവർക്കും കൊടുത്തു. ചോറിൻ്റെ കഴിഞ്ഞിട്ട് എല്ലാവരും മൂടും തട്ടി പോകുമെന്നാണ് വിചാരിച്ച്. എല്ലാവർക്കും പരിപാടി ഇഷ്ടപ്പെട്ടതുകൊണ്ടും മൂപ്പൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടും അവിടെ തന്നെ കുത്തിയിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ മുതൽ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിന് എന്തൊക്കെ കേടുപാട് പറ്റും, കുഴിയിൽ ഇറക്കി കഴിഞ്ഞാലുള്ളതൊക്കെ കാണിച്ചപ്പോൾ തന്നെ പലരും പേടിച്ചു വരച്ചു, കിരി വരച്ചു. ചില പെണ്ണുങ്ങളുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. കുടുംബത്തിൽ നല്ലോണം വയസ്സായവരിനെയും 70 തികഞ്ഞ കിഴവന്മാരെയും കഴിവന്മാരെയൊക്കെ വിളിച്ചിട്ട് സ്റ്റേജിൽ വിളിച്ചിട്ട് തുണി മൂടിക്കൊടുത്തിട്ട് അവരിനെ പൊന്നാട അണിയിച്ചു. സ്വർണ്ണ കളറിലുള്ള പട്ടൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു തരം ഓണക്കടി പോലത്തെ തുണിയാണ് അവൻ്റെ തോളിലൂടെയും താലിയിൽ കൂടിയൊക്കെ ചുറ്റിക്കെട്ടി കൊടുത്തത്. അവർക്കൊക്കെ സന്തോഷമായി. വന്നവർക്കൊന്നും ശരിക്കും എണിച്ച് നിൽക്കാൻ പോലും ചേഴിയില്ലാത്ത ആൾക്കാരും അതിലുണ്ടായിരുന്നു. വയ്യ, അവരൊക്കെ പ്രായം കൊണ്ടും സൂക്കേട് വന്നിട്ടൊക്കെ വയ്യായി വന്നവരാണ്. അവർക്കും സന്തോഷമായി. അവരിനെ പറ്റിയിട്ട് അതിൽ പറഞ്ഞു. കുട്ടിയും കൂടി അടക്കം 500 പേരിലധികം ആൾക്കാർ വന്നു. 12 മണി കഴിഞ്ഞപ്പോൾ ചോറ് തിന്നിട്ട് വരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഊണ് പെരക്കി വിട്ടാക്കി എല്ലാവരും. 4 പന്തിയായിട്ടാണ് മുഴുക്കം പേർക്കും ചോറും കൂട്ടാനൊക്കെ കിട്ടിയത്. കോഴി പൊരിച്ചതും പോത്തിറച്ചി വരട്ടിയതും നല്ല കോഴി ബിരിയാണിയും പിന്നെ വെള്ള കളറിലുള്ള കൂട്ടാനും മയോണൈസ് എന്നൊക്കെ പറയുന്നത് കേട്ടു അതിൻ്റെ പേര്. അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ വിശന്ന് വലഞ്ഞിട്ടാണോന്നറിയില്ല, വാരി കപ്പ് എന്ന് തിന്നുണ്ടായിരുന്നു. എല്ലാവൻ്റെ മനസ്സ് നിറഞ്ഞു, വൈരും നിറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ
കുടുംബത്തിൽ ആർക്കും ആരിൻ്റെ മക്കളാണ് ഏതാളാണിത് എന്നൊന്നും അറിയില്ലായിരുന്നു. ഒക്കെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് വെടുപ്പായി പറഞ്ഞു കൊടുത്തു അബ്ദുറഹ്മാൻ സാഹിബ്. കുഞ്ഞുമോൻ ഹാജിയാറിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടതും അവരുടെ ഏടത്തി അനിയത്തിമാരിൻ്റെ വകയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഈ സംഗമത്തിൽ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ചെങ്കിലും പകുതി പേരെ എത്തിയുള്ളൂ. സുമാർ എല്ലാവരും കൂടി വിളിച്ചു കൂട്ടിയ 2 കല്യാണത്തിൻ്റെ ആളുണ്ടാവുമെന്നാണ് പറയുന്നത്. എന്നിട്ടും വന്നതിൽ മുക്കാഭാഗവും പെണ്ണുങ്ങളും കുട്ടികളുമായിരുന്നു. ആണുങ്ങൾ പൊതുവെ കുറവാണ്. ചില ആൾക്കാരൊക്കെ ചോറ് തിന്നുന്ന സമയത്ത് വന്നിട്ട് വേറെ സ്ഥലം വിട്ടു. അത് തന്നെ അവരിനെ ഓട്ടം പഠിപ്പിക്കണതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. എങ്കിലും നല്ല അറിവുകളും ഉപദേശങ്ങളും മനുഷ്യന്മാർക്ക് കണ്ട് പരസ്പരം കൂട്ടം കൂടാനുള്ള ഒരുപാട് അവസരങ്ങളൊക്കെ ഇന്നലെ എല്ലാവർക്കും കിട്ടി. കൂടിയിരിക്കുന്ന ആരാണ് പോലും എവിടേക്ക് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയലാണ്ട് ബന്ധങ്ങളുടെ വില അറിയില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു സംഗമം സംഘടിപ്പിച്ച KR ഗ്രൂപ്പിൻ്റെ അബ്ദുറഹ്മാൻ സാഹിബിനും അവരുടെ മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ നിറച്ചു അഭിനന്ദനങ്ങളൊക്കെ കിട്ടി. എല്ലാവർക്കും വന്നവർക്കൊക്കെ പൊന്നാട 70 വയസ്സ് കഴിഞ്ഞവർക്ക് അണിയിച്ചു കൊടുക്കണമൊപ്പം തന്നെ 10ാം ക്ലാസ് പാസ്സായതും 12ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്കൊക്കെ ചെറിയ തോതിൽ സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ടാണ് വിട്ടാക്കിയത്. എന്നാൽ അവിടെ മുൻകൂട്ടി പറഞ്ഞ പ്രകാരം പെൺകുട്ടികളുടെയും ചെറിയ കുട്ടികളുടെയൊക്കെ പാട്ടും ഡാൻസും അതുപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകും പറഞ്ഞ് മാസക്കണക്കായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ചെറിയൊരു നിരാശ ഉണ്ടായി, സങ്കടമുണ്ടായി എന്നൊരു പരാതിയും ഇടയിൽ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഉള്ള സമയം കൊണ്ട് സമയം പാഴാക്കാതെ പല പരിപാടികൾക്കും വേണ്ടി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും ബന്ധങ്ങളുടെ വിലയെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുകയും മരിപ്പിനെ പറ്റിയുള്ള ക്ലാസ് എടുക്കുകയും ചെയ്തിട്ട് മോന്തിയാകുമ്പോൾ 4 മണി വരെ ആ പരിപാടി തുടർന്നു. 4 മണിയായപ്പോൾ പ്രാർത്ഥന ചൊല്ലിയിട്ട് എല്ലാവരും അവരുടെ വീടുകളിലേക്കൊക്കെ കുട്ടിയും കുളി അടക്കം മടങ്ങി. ഇനി മുതൽ OMR പരീക്ഷയ്ക്ക് പകരം തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന കമ്പ്യൂട്ടറോ TV പോലത്തെ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ടോ ഒക്കെ പരീക്ഷ എഴുതാനുള്ള ഒരു പദ്ധതിയാണ് നീറ്റ് പരീക്ഷയ്ക്ക് UGCക്കും ആലോചിക്കണമെന്ന് പരീക്ഷ നടത്താൻ കമ്മീഷണർ പറഞ്ഞു. നേരത്തെ ചോദ്യ പേപ്പറൊക്കെ ചോർന്നു പോയ അവസ്ഥയിലായതുകൊണ്ടാണ് അങ്ങനെയെന്നാണ് പറഞ്ഞു വരുന്നത്. ഒരുപാട് പേർക്ക് മാസക്കണക്കിനും കൊല്ലക്കണക്കിനും പഠിച്ച് പരീക്ഷ എഴുതാൻ പോയിട്ട് ചോദ്യ പേപ്പർ ചോർന്നതിൻ്റെ പേരിൽ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടായിന്ന് പറയപ്പെടുന്നുണ്ട്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കും വരുന്ന ആ വട്ടാരത്തുള്ള ആൾക്കാർക്ക് വണ്ടിയും വാഹനമായിട്ട് പോകണമെങ്കിൽ ഇന്നു മുതൽ പൈസ പ്രത്യേകം കൊടുക്കണം, ടോൾ കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവിടെ ടാർപ്പായി വലിച്ചു കെട്ടിയിട്ട് പാർട്ടിക്കാരും അല്ലാത്തവരൊക്കെ പന്തൽ കെട്ടിയിട്ടൊക്കെ സമരം ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് വന്നാലും ഞങ്ങൾ കാശ് കൊടുക്കണം പരിപാടിയില്ലയെന്ന് സമരക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമാ നടൻ സിദ്ദീഖിനെ അമ്മ എന്ന സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. ജയൻ ചേർത്തല ജഗദീഷ് എന്നവരിനെ വൈസ് പ്രസിഡൻ്റാക്കിയിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. സിനിമാ നടൻ സിദ്ദീഖിൻ്റെ മകന് റാഷിം പറയുന്ന ചെക്കൻ മരിച്ചതിൻ്റെ സങ്കടം മാറാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് നോക്കിയിട്ട് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നില്ല എന്ന് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇനി സിനിമാ ലോകത്തിന് പുതിയ മുതൽക്കൂട്ടാവും സിദ്ദീഖ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ്റെ ക്രിക്കറ്റ് കളിക്കാർ ജയിച്ച വകയിൽ അവർക്ക് എല്ലാവർക്കും പാടെ 125 കോടി റുപ്യ കൊടുക്കാമെന്ന് ക്രിക്കറ്റ് കളി സംഘടന നടത്തുന്ന BCCI പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനി പടർന്ന് പന്തലിച്ച് പിടിക്കാൻ തുടങ്ങി. 2 വീടുകളിൽ ഒരു വീടുകളിൽ ഒരാൾക്കെങ്കിലും ഇപ്പോൾ പനി വരികയാണ്. ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ധർമാശുപത്രികളിലും
പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ നിറച്ചും ആൾക്കാർ പനി വന്നിട്ട് സൂക്കേട് കൂടി വിറച്ചിട്ടൊക്കെ പനിക്ക് ചികിത്സ തേടി എത്തുന്നുണ്ട്. വരുന്നതിൽ ഒട്ടുമിക്ക പേർക്കും മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡെങ്കിപ്പനി, കുരങ്ങ് പനി അങ്ങനെയുള്ള പനികളൊക്കെയാണ് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ അമ്പിൽ തട്ടി തെറിച്ച് വീണിട്ട് ബ്ലോക്ക് ഓഫീസർ മരിച്ചു. രാത്രി എവിടെയോ പരിപാടികൾ കഴിഞ്ഞ് വരുമ്പോൾ 12 മണിക്ക് മലമ്പുഴയുടെ അടുത്തുള്ള മാന്തക്കാട്ടിൻ്റെ ഭാഗത്ത് മേൽപ്പാലം കയറി ഇറങ്ങി വരുമ്പോഴും മൂപ്പര് അമ്പ് കണ്ടില്ല. രാത്രി ആയതുകൊണ്ട് തെറിച്ച് വീണ് തലയ്ക്ക് നല്ലോണം പരിക്ക് പറ്റിയിട്ട് വലിയ ആശുപത്രി, ജില്ലാ ആശുപത്രിയിൽ കൊണ്ടാക്കി. എസ് ഹരിലാൽ 45 വയസ്സ് പറയുന്ന ആളാണ് മരിച്ചത്. ഭാര്യയും മകളൊക്കെ ഉണ്ട്. ഭാര്യ ടീച്ചറാണെന്നാണ് കേട്ടത്. കടുക്കാങ്ങുന്ന മേൽപ്പാലത്തിലാണ് സംഭവം. തലയ്ക്ക് പരിക്ക് പറ്റിയതിന് ശേഷം വലിയ ആശുപത്രി കൊണ്ടുപോയിട്ടും കാര്യമില്ലെന്ന് തോന്നി. ആദരാഞ്ജലികൾ അറിയിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ഹരിലാൽ സാറ് മരിച്ചത്. ആലത്തൂർ എല്ലാവർക്കും അറിയപ്പെടുന്ന സാധുവായ സൗമ്യശീലനുമായ റഫീഖ് അണ്ണൻ മരിച്ചു. അലുവ കച്ചവടം ചെയ്യുന്ന റഫീഖ് 2 കൊല്ലത്തോളമായിട്ട് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. കരീമുക്കാൻ്റെ മകനാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഖബറടക്കം നടത്തും. മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ് കുട്ടികളെ പരിഹസിച്ചു. സജി ചെറിയാൻ എന്ന മന്ത്രിയാണ് 10ാം ക്ലാസ് കുട്ടികൾ വെളിവും വെക്കാനും ഇല്ലാത്ത കുട്ടികളാണെന്ന് പറഞ്ഞത്. നിൻ്റെ വിളവ് നടക്കില്ല, നമ്മുടെ മക്കളിനെ ചീത്ത പറഞ്ഞാലും കളിയാക്കിയായിരുന്നു, നിൻ്റെ വിളവ് ഇവിടെ ചിലവാകില്ല, അമ്പട കേമ എന്ന് പറഞ്ഞ് മിരട്ടി. ആര്? ശിവൻകുട്ടി എന്ന മന്ത്രി. ഗുജറാത്ത് സ്കൂളിൻ്റെ ഉടമയ്ക്കെതിരെ കേസ്. മൂപ്പൻ്റെ പേര് ജയ് ജൽറാം എന്ന സ്കൂൾ നടത്തുന്ന ഒരു മുതലാളിയാണത്രേ. കുട്ടികൾക്ക് ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുക, ഉത്തരങ്ങൾ നേരത്തെ കാലത്ത് പറഞ്ഞു കൊടുക്കുക, കള്ളപ്പൈസയൊക്കെ ഉണ്ടാക്കിയ വകയിൽ കേസ് എടുത്തിട്ടുണ്ട്. സ്കൂൾ അടച്ചു കൂട്ടണമെന്ന് പറയുന്നുണ്ടായിരുന്നു. 85 സംഘങ്ങളായിട്ട് GST പരിശോധന ഉടനെ തുടങ്ങും. വാളിയാർ ചെക്ക് പോസ്റ്റ് മുതൽ ഐവൻ്റെ 2 സൈഡിലും അവിടെയും ഇവിടെയും നിന്നിട്ട് നികുതി വകുപ്പുകാർ ജീപ്പിൽ വന്ന് നിന്നിട്ട് കച്ചവടത്തിനുള്ള സാമാനങ്ങളുമായിട്ട് പോണ ലോറികളിനെയൊക്കെ തടഞ്ഞ് പരിശോധിക്കും. നിയമപ്രകാരം ഉള്ള ബില്ലുമായിട്ടാണോ പോണ്, ബില്ലില്ലാണ്ടൊക്കെയാണോ പോണ് ഒക്കെ നോക്കും. കച്ചവടത്തിന് നികുതി പിരിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ഇറങ്ങുന്നത്. ഇനി പീടികകളിലും GST പരിശോധന തിരക്കുള്ള പീടികളിലൊക്കെ വരുന്നൊക്കെ പറയണു. ചിലർ GST രജിസ്ട്രേഷൻ പോലും എടുത്തിട്ടില്ല, അവരൊക്കെയാണ് പെടുക എന്നാണ് ഇവിടുത്തെ വ്യാപാരികളൊക്കെ പറയുന്നത്. കിട്ടുന്ന കാശ് ബാങ്കിൽ ലോൺ അടയ്ക്കാനും പലിശ കെട്ടാൻ തന്നെ തികയണില്ല. പണിക്കാർക്ക് കൂലിയും കൊടുക്കണം, കറണ്ട് ബില്ലും കൊടുക്കണം, പഞ്ചായത്ത് ടാക്സും അടയ്ക്കണം. എല്ലാം കൂട്ടിയും കഴിച്ച് നോക്കിയാൽ ഒന്നുമില്ല, ലാഭമേ കിട്ടണില്ല എന്നൊക്കെയാണ് ആലത്തൂരത്തെ വ്യാപാരികളൊക്കെ പറയുന്നത്. എന്തായാലും വേ ബില്ല് നിർബന്ധമാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. അതില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാമാനങ്ങൾക്ക് ഇരട്ടി നികുതി കൊടുക്കേണ്ടി വരുന്നു, പിഴ അടയ്ക്കേണ്ടി വരുന്നു നികുതി ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ്സിൽ ടിക്കറ്റ് എടുക്കാണ്ടായപ്പോൾ KSRTC കണ്ടക്ടർ ചീത്ത പറഞ്ഞു യാത്രക്കാരന്. അയാൾ ആട്ടി മുകുറ് പൊളിച്ചു. അത് അപ്പടി ഇപ്പടി ചീത്തയൊക്കെ പറഞ്ഞ് വേണ്ടാത്തരൊക്കെ പറഞ്ഞു. അത് ആരോ മൊബൈലിൽ പകർത്തി. എന്നിട്ട് കൊട്ടാരക്കര ഭാഗത്തുള്ള ഷിബു പറയുന്ന ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കഴിഞ്ഞു.